അവനിപ്പോഴും നാവും കൈയും കാലും ഒന്നും ചലിക്കുന്നില്ലല്ലോ? ഇല്ല സാർ. എന്നാൽ ഇനി ഉടനെയൊന്നും പ്രതീക്ഷ വേണ്ട. കണ്ണൻ നടന്നു തുടങ്ങിയോ ഇല്ലയോ എന്നറിയാനാ മറ്റു മാർഗങ്ങൾ നമ്മൾ തേടിയത്. അവനും അവന്റെ പെണ്ണും ഒന്നിച്ച ദിവസമെന്ന്, അവരുടെ കല്യാണം കഴിഞ്ഞ ദിവസം, അതായത് വെഡ്ഡിങ് ആനിവേഴ്സറി. അവന്റെ ഒരു സുഹൃത്തുണ്ട്, അനന്തു. അവന്റെ വീട്ടിൽ വെച്ചിന്ന് കേക്ക് മുറിക്കാനുള്ള സാധ്യതയുണ്ട്. അവിടെ പോയാൽ നമുക്കറിയാൻ പറ്റും അവൻ നടക്കുന്നുണ്ടോ ഇല്ലയോ എന്ന്. അവൻ പെട്ടെന്നൊന്നും നടക്കാനുള്ള സാധ്യതയില്ല. എങ്കിലും അവന്റെ വലത് കാലിനോടൊപ്പം ഇടത് കാലും ചലിച്ചത് ഞാൻ കണ്ടതാ. അതുകൊണ്ട് അവൻ എന്തെങ്കിലും പുരോഗതി ഉണ്ടോന്ന് നീ അറിഞ്ഞു വന്നേ പറ്റൂ. വീട് പറഞ്ഞു തന്നാ മതി സാറേ, ബാക്കി ഞാൻ ഏറ്റു. എടാ, അവിടെ പിന്നെ ആരൊക്കെ ഉണ്ടെന്ന് പറയാൻ പറ്റത്തില്ല. ഈ വെഡ്ഡിങ് ആനിവേഴ്സറി ആയതുകൊണ്ട് ആ മാർക്കോയും ലോപ്പസൊക്കെ വരാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് ഇരു ചെവി അറിയാതെ വേണം അവിടെ ചെല്ലാൻ. ജനലിലൂടെ വാതിലൂടെയോ മറിഞ്ഞു നിന്ന് നോക്കിയാൽ മതി. എടാ, ആരെയും തല്ലാനോ കൊല്ലാനൊന്നും അല്ലല്ലോ പോകുന്നത്, ഒരു സത്യം മനസ്സിലാക്കാനല്ലേ. അത് നിന്നെ കൊണ്ട് നിഷ്പ്രയാസം സാധിക്കും. ചെയ്യാം സാറേ. ഇനിയിപ്പൊ അതോർത്ത് സാറ് വിഷമിക്കണ്ട. സാറിന് അറിയാനുള്ള വാർത്ത അറിഞ്ഞേ ഞാൻ വരത്തുള്ളൂ. അവൻ അവിടെയും വീൽ ചെയറിൽ തന്നെയാണ് ഇരിക്കുന്നതെന്ന് അറിയാനാ ഞാൻ കാത്തിരിക്കുന്നത്. അവൻ നടന്നു തുടങ്ങിയെന്ന വാർത്ത എന്നെയും എന്നെ സ്നേഹിക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം മരിക്കുന്നതിന് തുല്യടാ. പിന്നെന്തിനാ സാറേ അതറിയുന്നേ? നിന്നെയൊക്കെ തന്നെയാണല്ലോടാ ഞാൻ ജോലിക്ക് ഏൽപ്പിച്ചത്. എടാ, അവൻ നടന്നു തുടങ്ങിയാലേ അത് ഏറ്റവും കൂടുതൽ ബാധിക്കുന്നത് എന്നെയാ. അതുകൊണ്ടാ അവൻ നടക്കാതിരിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നത്. എന്ന് വെച്ചാൽ സത്യം അറിയണ്ടേ? അത് വേണം സാറേ. എടാ, നിന്നെ എനിക്കറിയാം. ആരെങ്കിലും കൊല്ലാൻ പറഞ്ഞ നിന്റെ ഈ ശരീരം വെച്ച് അവിടെ നുഴഞ്ഞു കയറി നീ അത് ചെയ്യും. പക്ഷേ അതിനുള്ള തലച്ചോറില്ല. എടാ, ആ മാർക്കോ അവിടെയാണ് നീയുമായിട്ട് വേറിട്ട് നിൽക്കുന്നത്. എടാ, അവന്റെ ശക്തിക്കൊപ്പം ബുദ്ധിയും ഉണ്ട്. എനിക്കും ബുദ്ധിക്കൊന്നും കുറവില്ല സാറേ. അത് ഞാൻ കണ്ടതാ. എടാ 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 3 എണ്ണവാ വിജനമായ വഴിയിലൂടെ അവന്മാർക്ക് പിന്നാലെ മലയ്ക്ക് പോയത്. എന്നിട്ട് 2 എണ്ണം ചത്ത് മലർന്ന് മുകളിലോട്ട് പോയി. ഒരെണ്ണം ജഡമായിട്ട് കിടക്കുന്നു. ആ അവസ്ഥ നിനക്കും ഉണ്ടാവാതിരിക്കാൻ നീ നോക്കിക്കോ. കണ്ണൻ ഒരു പക്ഷേ നടന്ന് തുടങ്ങിയെങ്കിൽ അത് നീ കണ്ടെന്നറിഞ്ഞ പിന്നെ നിന്നെ മാർക്കോ വെച്ചേക്കത്തില്ല. ആ സത്യം ലോകത്തോട് വിളിച്ചു പറയാതിരിക്കാൻ ഒന്നുകിൽ നിന്റെ നാവ് അവൻ പിഴുതെടുക്കും, അതല്ലെങ്കിൽ നിന്നെ തളർത്തിക്കിടത്തും. ചിലപ്പം കൊല്ലുകയും ചെയ്യും. ഭയമുണ്ടോ നിനക്ക്? അങ്ങനെയെങ്കിൽ ഈ ജോലി ഞാൻ വേറെ ആരെങ്കിലും ഏൽപ്പിക്കാം. ഇതൊക്കെ ഞങ്ങളുടെ തൊഴിലല്ലേ സാറേ, പിന്നെ ഭയക്കുന്നത് എന്തിനാ? ഇത് വെച്ചോ. മറ്റവന് മരുന്നും ഭക്ഷണമൊക്കെ വേണമല്ലോ. വലിയ പ്രയോജനമൊന്നുമില്ല, എന്നാലും എനിക്കൊരു ഉത്തരവാദിത്വം ഉണ്ടല്ലോ. ശരിടാ, അപ്പൊ നിന്റെ വിളിക്കാൻ ഞാൻ കാത്തിരിക്കും. വളരെ നിസ്സാരമായ ഒരു കാര്യമാ സാർ എന്നെ ഏൽപ്പിച്ചത്. അത് ഞാൻ 100% ആത്മാർത്ഥതയോടെ ഞാൻ അങ്ങ് ചെയ്തോളാം സാറേ. ഓക്കെ സാറേ, ശരി.